എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ രഞ്ജിത്ത് രാജ്. വെബ്സൈറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ചില പ്രധാന കാര്യങ്ങളെ പറ്റിയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. വെബ്സൈറ്റ് എന്ന് പറയുന്നത് ഇന്ന് വളരെ കോമൺ ആയിട്ടുള്ള കാര്യമാണ്. എന്നാലും ഈ വിഷയം എടുത്ത് പ്രത്യേകം ചർച്ച ചെയ്യാനുള്ള കാര്യം, ഇപ്പോഴും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ്സുകാരൊന്നും വേണ്ടത്ര ശ്രദ്ധ വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റിൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം. ലോകത്തെ ഏതാണ്ട് 60% ആളുകൾ ഇന്ന് ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്ന ആളുകളാണ്. നമ്മുടെ നാട്ടിലൊക്കെ അതിൻ്റെ ശതമാനം അതിലും കൂടുതലാണ്. കാരണം ഇന്ന് എല്ലാവരും തന്നെ ഇൻ്റർനെറ്റ് യൂസേഴ്സായി മാറുമ്പോൾ ഏതെങ്കിലും ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അഡ്രസ്സ് ചെക്ക് ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കുന്ന കാര്യമാണ് ആ സ്ഥാപനത്തിൻ്റെ വെബ്സൈറ്റ്. നമ്മുടെ സ്ഥാപനം ചിലപ്പോൾ രാവിലെ 9 മണി തൊട്ട് 6 മണി വരെയോ 10 തൊട്ട് 7 മണി വരെയോ ഒക്കെ ആയിരിക്കും പ്രവർത്തിക്കുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ 24 അവേഴ്സും പ്രവർത്തിക്കുന്ന ചില സ്ഥാപനങ്ങളുണ്ടായേക്കാം. എന്നാൽ 24x7 ആഴ്ചയിൽ 7 ദിവസവും 24 മണിക്കൂറും നമുക്ക് വേണ്ടി തുറന്ന് പ്രവർത്തിക്കുന്ന ഒരു വസ്തു തന്നെയാണ് നമ്മുടെ കമ്പനിയുടെ വെബ്സൈറ്റ്. അപ്പോൾ ആ വെബ്സൈറ്റ് ഏത് സമയത്തും ഏതൊരാളും കയറി നോക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത്രയധികം ഒരു സ്ഥാപനത്തെ കണക്ട് ചെയ്യിക്കാൻ സഹായിക്കുന്ന ഒരു ഉപാധി ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ചില പ്രത്യേക കാര്യങ്ങൾ, അതൊരു 10 കാര്യങ്ങളാണ് എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യുമ്പോഴുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഒന്നാമത്തെ കാര്യം, ക്ലിയർ ബേസിക് കോൺസെപ്റ്റ് ഓൺ ദ ലാൻഡിംഗ് പേജ് ആൻഡ് ദ ഹീറോ പേജ്. നമ്മുടെ ബിസിനസ്സിനെ സംബന്ധിച്ചുള്ള കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻസ് നമ്മുടെ ലാൻഡിംഗ് പേജ് എന്ന് പറഞ്ഞാൽ എന്താ, ആളുകൾ ചെക്ക് ചെയ്യുമ്പോൾ കാണുന്ന നമ്മുടെ വെബ്സൈറ്റിൻ്റെ പേജുകളെയാണ് ലാൻഡിംഗ് പേജ് എന്ന് പറയുന്നത്. അതിൽ വെബ്സൈറ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് ഏറ്റവും ആദ്യം കാണുന്ന ആ പേജിനെയാണ് ഹീറോ പേജ് എന്ന് പറയുന്നത്. ഹീറോ പേജാണ്. ആ ഹീറോ പേജ് തീരുമാനിക്കും നമ്മുടെ സൈറ്റിൽ കൂടുതൽ ഇനി ആൾക്കാർ എത്ര സമയം ചിലവഴിക്കണം, അടുത്ത കാര്യങ്ങളിലേക്കൊക്കെ നോക്കുമോ എന്നുള്ളത്. ഇത് ഏറ്റവും അട്രാക്റ്റീവ് ആക്കാനും ഏറ്റവും അപ്ഡേറ്റഡ് ആക്കാനും ശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം. അതുപോലെ നമ്മുടെ ബിസിനസ് എന്തിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്, എന്താണ് അതിൻ്റെ ഒബ്ജക്റ്റീവ്, ഇതിനെയൊക്കെ ഏറ്റവും മികച്ച രീതിയിൽ ഈ ഹീറോ പേജിലും ലാൻഡിംഗ് പേജിലും ഒക്കെ കൊണ്ടുവരിക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. രണ്ടാമത്തത് ഇൻ്ററാക്ഷനാണ്. ഇൻട്രാക്റ്റീവ് ആയിരിക്കണം വെബ്സൈറ്റ്. ഇൻട്രാക്ഷൻ എന്ന് പറയുമ്പോൾ എന്താ, ഒരു വെബ്സൈറ്റ് വഴിയും ആശയവിനിമയം നടത്താനായിട്ട് സാധിക്കണം. നമ്മുടെ വെബ്സൈറ്റിലൂടെ നമ്മുടെ ഇമെയിൽ ഐ ഡി, കമ്പനിയുമായി കണക്ട് ചെയ്യുന്ന ഇമെയിൽ ഐ ഡി, സോഷ്യൽ മീഡിയ ലിങ്കുകൾ, നമുക്ക് ചിലപ്പോൾ യൂട്യൂബ് ചാനൽ ഉണ്ടാവാം, ഫേസ്ബുക്ക് പേജ് ഉണ്ടാവാം, ലിങ്ക്ഡിൻ അക്കൗണ്ട് ഉണ്ടാകാം, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ടാവാം. ഇതൊക്കെ അതിൻ്റെ ലിങ്കുകളൊക്കെ അവിടെ കൊടുത്ത് കറക്റ്റായിട്ടൊരാൾക്ക് അതിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണെന്ന് ഉറപ്പുവരുത്തുക. നമ്മുടെ കോൺടാക്റ്റ് നമ്പറും അഡ്രസ്സും ലൊക്കേഷനും ഒക്കെ കറക്റ്റായിട്ട് തന്നെ അതിൽ കാണിക്കുക. അതുപോലെ തന്നെ ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ് വാട്സാപ്പ് സിംഗിൾ ക്ലിക്ക് പ്ലഗിൻ അതിലുണ്ടെന്നുള്ള ഉറപ്പ് വരുത്തുക. കാരണം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ വാട്സാപ്പ് വഴി കണക്ട് ചെയ്യപ്പെടാൻ പറ്റുന്ന രൂപത്തിൽ പൊട്ടൻഷ്യലായിട്ടുള്ള കസ്റ്റമേഴ്സിന് വാട്സാപ്പ് വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ കോൺടാക്റ്റ് ചെയ്യാനോ പറ്റുന്ന ലിങ്ക് ക്രിയേറ്റ് ചെയ്തു എന്നുള്ളത് ഉറപ്പ് വരുത്തുക. മൂന്നാമത്തെ കാര്യം ലാംഗ്വേജ് ആൻഡ് കണ്ടൻറ്റാണ്. നമ്മുടെ കസ്റ്റമേഴ്സ് ആരാണ്, ഏത് തരത്തിലുള്ള ആളുകളാണ് നമ്മുടെ സ്ഥാപനത്തിൻ്റെ ടാർഗറ്റ് കസ്റ്റമേഴ്സ്, അവർക്ക് അനുയോജ്യമായ രൂപത്തിലുള്ള ഭാഷയും അതിനനുയോജ്യമായ കണ്ടൻറ്റും ആ വെബ്സൈറ്റിലുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും ഉറപ്പുവരുത്തുക. നാലാമത്തെ കാര്യം, ഫയൽ സൈസ് ഓഫ് ഇമേജ് ഷുഡ് ബി ലെസ് എന്നുള്ളതാണ്. അതായത് ഒരു 5-6 MB കൂടുതലുള്ള ഫയലുകളൊക്കെ ആണെങ്കിൽ ലോഡിംഗ് സ്പീഡ് വെബ്സൈറ്റിൻ്റെ വളരെ കൂടുതലായിരിക്കും. അപ്പോൾ പരമാവധി 1 MB അല്ലെങ്കിൽ 500 KB ഒക്കെ നിർത്തുന്ന സൈസിലുള്ള ഇമേജുകളാണെങ്കിൽ ഏറ്റവും ഉചിതമായിരിക്കും. അഞ്ചാമത്തെ കാര്യം, യൂസ് കോപ്പി റൈറ്റഡ് അഥവാ റോയൽറ്റി ഫ്രീ ഇമേജസ്. നമ്മൾ പലപ്പോഴും വെബ്സൈറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് അതിലിടുന്ന ഇമേജുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്, മറ്റുള്ളവർ കോപ്പി റൈറ്റ് എടുത്തേക്കണതോ അല്ലെങ്കിൽ ആ തരത്തിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള പിക്ചേഴ്സൊക്കെ എടുത്ത് ഉപയോഗിക്കുമ്പോൾ അത് നാളെ നമുക്ക് നോട്ടീസ് വരാൻ ഇടയാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. റോയൽറ്റി ഫ്രീ ആയിട്ടുള്ള ഇമേജുകൾ പലതിൽ ലഭിക്കുന്ന പല സൈറ്റുകളുണ്ട്. ലൈക്ക് അൺസ്പ്ലാഷ് എന്ന് പറയുന്ന ഉപാധി വഴി ലഭിക്കും, അല്ലെങ്കിൽ പിക്സബേ എന്നൊക്കെ പറയുന്ന ഈ ടൂളുകളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ മീഡിയങ്ങളിൽ നിന്നൊക്കെ നമുക്ക് അത്തരത്തിലുള്ള ഇമേജുകൾ കിട്ടും. അല്ലെങ്കിൽ ഇനി നിങ്ങൾക്ക് കോപ്പി റൈറ്റഡ് ആയിട്ടുള്ള ഇമേജുകൾ പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അങ്ങനെയൊക്കെ തന്നെയാണ് അത് വെബ്സൈറ്റിൽ ഇട്ടിരിക്കുന്നതെന്ന് ഉറപ്പ് വരുത്തുക. ആറാമത്തെ കാര്യം, മിനിമം ലോഡിംഗ് ടൈമാണ്. ഇന്ന് വെബ്സൈറ്റിനെ സംബന്ധിച്ച് വെബ്സൈറ്റിൻ്റെ ഏറ്റവും മികച്ച ഫീച്ചർ ആവേണ്ട ഒരു കാര്യമാണ് ലോഡിംഗ് ടൈം എത്ര കുറവാണോ അത്രയും ബൗൺസ് റേറ്റ് കുറവായിരിക്കും. ബൗൺസ് റേറ്റ് എന്ന് പറയുമ്പോൾ ആൾക്കാരുടെ കൊഴിഞ്ഞു പോക്ക്, അല്ലെങ്കിൽ ആൾക്കാർ പാതി വഴിയിൽ ഇട്ടിട്ട് പോകുന്ന ഒരു അവസ്ഥ വരും. അതുകൊണ്ട് ലോഡിംഗ് ടൈം വളരെ കുറവുള്ള സൈറ്റാണ് നമ്മുടെ എന്ന് ഉറപ്പ് വരുത്തുക. ഏഴാമത്തെ കാര്യം, മെയിൻറ്റെയിൻ കളർ തീം.
നമ്മൾ വെബ്സൈറ്റ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആ വെബ്സൈറ്റിൻ്റെ അതിലോരോ പേജുകളിലും അതിൻ്റെ ലേഔട്ടിലൊക്കെ കൊണ്ടുവരേണ്ട കളർ കോമ്പിനേഷൻ. കാരണം അതൊരു ആസ്തറ്റിക് ബ്രാൻഡിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ബ്രാൻഡിൻ്റെ ഇൻഡിക്കേഷനായി മാറി. കാരണം ആളുകൾക്ക് ഇന്ന് ഓരോ കളറുകളും സൈക്കോളജിക്കലായിട്ടുള്ള ഇൻഫ്ലുവൻസ് ഉണ്ട്. അത് ഓരോ ഇമോഷൻസിനെയാണ് കൺവേ ചെയ്യുന്നത്. അതുകൊണ്ട് ബ്രാൻഡ് കളർ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ഏഴാമത്തെ കാര്യം, റിമൂവ് ബ്രോക്കൺ ലിങ്ക്സ്. ബ്രോക്കൺ ലിങ്ക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഈ നമ്മൾ വെബ്സൈറ്റിൽ പല തരത്തിലുള്ള ബട്ടണുകളും കാണാറുണ്ട്. ഈ ബട്ടണുകൾ പലതും ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ലിങ്ക് പ്രോപ്പറായിട്ട് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ അത് നമ്മളെ നെഗറ്റീവായിട്ട് ബാധിക്കും. പലപ്പോഴും ഗൂഗിളിൽ നമ്മുടെ ക്രെഡിബിലിറ്റി പോവും, അല്ലെങ്കിൽ ബൗൺസ് റേറ്റ്, കൊഴിഞ്ഞുപോക്ക് പരമാവധി ഉണ്ടാവും. അതുപോലെ തന്നെ ഗൂഗിൾ അനലറ്റിക്സിലും ട്രാഫിക്കിലും ഒക്കെ അത് എഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ബട്ടണുകൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നതാണെന്നുള്ളത് മേക്ക് ഷുവർ ചെയ്യുക. അടുത്തത് SSL സർട്ടിഫിക്കറ്റ് ആണ്, സെക്യൂർ സോക്കറ്റ് ലെയർ സർട്ടിഫിക്കറ്റ്. ഇതിനെപ്പറ്റി നമ്മുടെ ടെക്നിക്കൽ ടീമിനോട് സംസാരിക്കുക. അപ്പോൾ സാധാരണ നമ്മൾ അത്ര അറിഞ്ഞിരിക്കേണ്ട കാര്യമല്ലെങ്കിലും SSL സർട്ടിഫൈഡ് ആണ് നമ്മുടെ വെബ്സൈറ്റ് എന്ന് ഉറപ്പുവരുത്തുക. ഇത് ഡെവലപ്പ് ചെയ്യുന്ന ടീമിനോട് അത് സംസാരിക്കുക. കാരണം ഇനിയുള്ള സമയങ്ങളിലൊക്കെ ഇതിൻ്റെ ഒരു സെക്യൂരിറ്റി പർപ്പസും അതിൻ്റെ ക്രെഡിബിലിറ്റിയെ വളരെയധികം ബാധിക്കുന്ന കാര്യമായിരിക്കും. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. ഇനി 10ാമത്തതും ഏറ്റവും ലാസ്റ്റ് സംസാരിക്കാനുള്ള കാര്യം, ഡൊമൈൻ ഈസി ടു സെർച്ച് ആൻഡ് സ്പെല്ലാണെന്ന് ഉറപ്പുവരുത്തുക. വളരെ എളുപ്പത്തിൽ ഉച്ചരിക്കാൻ പറ്റുന്നതോ ശ്രദ്ധിക്കുന്നതോ ആയ വാക്കുകളായിരിക്കണം നമ്മുടെ വെബ്സൈറ്റ് ഡൊമൈൻ നെയിമുകളായിട്ട് കൊണ്ടുവരേണ്ടത്. ഇത് ഗൂഗിൾ റാങ്കിങ്ങിനെയൊക്കെ സഹായിക്കുന്ന കാര്യമാണ്. പലപ്പോഴും ഇന്ന് .comലൊക്കെ ഒരു പേര് ലഭിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടായി തുടങ്ങി. .com ലഭിക്കുമെങ്കിൽ അതിന് പ്രാധാന്യം കൊടുക്കുക, അല്ലെങ്കിൽ .in, .co, .in, .org, .net പോലുള്ള കാര്യങ്ങൾ നോക്കുക. ഇനി ഇന്ത്യക്കകത്തുള്ള ആളുകൾ പലപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു ഇന്ത്യൻ ബിസിനസ്സാണെന്ന് തോന്നിപ്പിക്കേണ്ടതാണെങ്കിൽ .in, .co, .in ഒക്കെയാണ് നല്ലത്. അല്ല, പുറത്തോട്ടൊരു ഗ്ലോബൽ ബ്രാൻഡിൻ്റെ ഫീലൊക്കെ കൊണ്ടുവരാനാണ് .org, .net ഒക്കെ സഹായിക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് പറഞ്ഞ ഈ 10 കാര്യങ്ങളും ഒരു വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇതിൽ ഓരോ കാര്യങ്ങളും ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ, ഇതിപ്പോൾ നമ്മുടെ ഒരു ടെക്നിക്കൽ ടീമിനെ കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഏജൻസിയെ കൊണ്ടോ ചെയ്യിക്കണമെങ്കിലും തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾക്കൊക്കെ ഒരു പ്രാധാന്യം കൊടുക്കുക. കാരണം വെബ്സൈറ്റ് എന്നൊരു ബിസിനസ്സിൻ്റെ അത്രയും സപ്പോർട്ടീവായിട്ടുള്ളൊരു ടൂളായി മാറി. ഇതൊരു ഇൻസൈഡ് സെയിൽ സ്ട്രാറ്റജിയുടെ ഭാഗവും കൂടിയാണ്. അപ്പോൾ ഏതൊരാൾക്കും ആകർഷണീയമായ രൂപത്തിൽ തന്നെ ആകട്ടെ നമ്മുടെ വെബ്സൈറ്റ്. താങ്ക് യു.